അപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി, തേനൊക്കെ തുറന്നോളി. നമ്മൾ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരോട് ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ള പറഞ്ഞു കൊടുത്ത് അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട്. ഞാൻ ഈ വീഡിയോക്ക് പ്രതികരിക്കണമെന്ന് വിചാരിച്ച ആളല്ല. കുറെ ആളുകൾ പേഴ്സണലായി എന്റെ വാട്സപ്പിലേക്ക് ഈ വീഡിയോ അയച്ചു തന്ന്, ഉസ്താദ് എന്തേ ഇതിനെ കണ്ടിട്ടും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ച കാരണം കൊണ്ട് മാത്രമാണ് വളരെയധികം വിഷമത്തോടുകൂടെ പ്രതികരിക്കാൻ നിന്നത്. തങ്ങൾക്കുള്ള എല്ലാ ആദരവും ബഹുമാനവും എല്ലാം തങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ടു ഒരു നട്ടെല്ലുള്ള അവിടെ ആ സ്റ്റേജിൽ നല്ല വലിയ ബിരുദധാരികളായ തലപ്പാവ് ധരിച്ച വെള്ളക്കുപ്പായം ധരിച്ച നട്ടെല്ലുള്ള ഒരു ഉസ്താദ്, ബിരുദധാരിയായ ഒരു ഉസ്താദ് ആ വേദിയിൽ ഇല്ലാതായി പോയല്ലോ എന്നതാണ് വളരെയധികം വിഷമമായി പോയത്. തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ വേദിയിലേക്ക്, ആ സ്റ്റേജിലേക്ക്, ആ സദസ്സിലേക്ക് ഹൈന്ദവ സുഹൃത്തുക്കൾ കടന്നു വരുന്നത്. വല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക്. അത് കരുതി കൊണ്ടാണ്, തങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ സദസ്സിലേക്ക് വന്നത്. പിന്നെ തങ്ങൾക്ക് ഗുരുവായൂരപ്പുറം ആ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി, ആ സ്ഥലത്തിലേക്ക് അവരെ കരുതി ആ തേനിലേക്ക് മന്ത്രിച്ചു ഊതാൻ വേണ്ടി പറയാനുള്ള ഉദ്ദേശം എന്തായിരുന്നു തങ്ങൾക്ക്? തങ്ങളെ കരുതി വന്ന ആളുകൾക്ക് ബഹുദൈവ ആരാധന വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ സദസ്സിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ട ഉദ്ദേശം തങ്ങൾക്ക് എന്തായിരുന്നു? തങ്ങളെ പ്രതീക്ഷിച്ചു വന്ന ആളുകൾക്ക് ഖുർആനും ഹദീസും ദിക്റും ഒക്കെ ഓതിട്ട് ഊതേണ്ട ആളല്ലേ തങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെ കഴിയുമെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾ ദിക്ർ ഓതി ഊതാൻ വേണ്ടി പറയാൻ തങ്ങൾ പറയുമായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകൾ ആ വേദിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു നട്ടെല്ലുള്ള ഒരു മൊയിലാർ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വളരെയധികം വിഷമമായി പോകുന്നത്. ഇത്തരത്തിലുള്ള മജ്ലിസുകളെ കൊണ്ടാണ് നല്ല മാന്യന്മാരായി ജീവിക്കുന്ന തങ്ങന്മാരുടെയും ഉസ്താദന്മാരുടെയും ബഹുമാനവും ആദരവും കളഞ്ഞു പോകുന്നത്. ആളുകൾക്കിടയിൽ ഒരു ഉസ്താദന്മാർക്ക് തങ്ങന്മാർക്ക് ഒരു വിലയില്ലാതായി പോകുന്നത് ഇത്തരത്തിലുള്ള മജ്ലിസുകളെ കൊണ്ടാണ്. അതുകൊണ്ട് ആളുകൾ കണ്ടറിഞ്ഞ് ഇത്തരത്തിലുള്ള മജ്ലിസുകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ഛിന്നഭിന്നമാക്കാൻ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ കാരണമാകും. കാരണം ഇസ്ലാമിന് ആളുകൾ എന്തെല്ലാം തെറ്റിദ്ധരിക്കാൻ കാരണമാകും ഇത്തരത്തിലുള്ള മജ്ലിസുകൾ. വല്ലാത്ത വിഷമമായി പോയി. എത്ര ഉസ്താദന്മാർ, നട്ടെല്ലുള്ള ഒരു ഉസ്താദ് ആ വേദിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. തങ്ങൾ അങ്ങനെ പറയുമ്പോൾ പിന്നീട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അതാണ് വളരെയധികം വിഷമമായി പോയത്. ഞങ്ങൾ ഒരു ഉസ്താദാണ്, വെള്ളക്കുപ്പായം വെള്ള തലപ്പാവ് ധരിച്ച് നടക്കുന്ന ആളാണ്. നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു അരപ്പ് തോന്നുകയാണ് ഇത്തരത്തിലുള്ള വാക്ക് കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഒന്നിരിക്കൽ ദീനി എന്താണെന്ന് തങ്ങൾ പഠിക്കുക. ഇല്ലെങ്കിൽ ഈ സദസ്സിനെ പിരിച്ചുവിടുക. ഇല്ലെങ്കിൽ ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്ന ബഹുദൈവ ആരാധന വിശ്വാസത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന വിഷയത്തിൽ തങ്ങൾ ഇടപെടാൻ പാടില്ല. അത്രക്കും വളരെ വിഷമമായി പോയി. ഇസ്ലാമിന് ആളുകൾ കണ്ടപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അവർക്ക് എന്തുമാകും. ഞങ്ങൾ തൗഹീദ് പഠിപ്പിച്ച ആളുകളാണ് ഉസ്താദന്മാർ. നട്ടെല്ലുള്ള ആളുകൾ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് വളരെയധികം വിഷമത്തോടു കൂടെയാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള മജ്ലിസുകളെ ആളുകൾ ബഹിഷ്കരിക്കണം. ഇല്ലെങ്കിൽ ഈ പണി നിർത്തി പോകണം. അതുകൊണ്ട് ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു മജ്ലിസും ഒരാളും ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമാണ് വളരെയധികം വിനയത്തോടെ, വളരെയധികം വിഷമത്തോടു കൂടെ നിങ്ങളോട് എനിക്ക് അറിയിക്കാനിരിക്കുന്നത്.